കഠിനമായ അധ്വാനത്തിലൂടെ ഒരാൾ നേടിയെടുത്ത സമ്പത്തും ഭൂമിയും പദവിയും ഒക്കെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അയാളുടെ തൊലിയുടെ നിറം കറുപ്പായിരുന്നു. ഒരു അടിമയായി ജനിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം അമേരിക്കയിലെ കോടീശ്വരനായ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു ആന്റണി ക്രോഫോർഡ്. അയാൾ ജീവിതത്തിൽ പൊരുതി നേടിയ വിജയം ഒരു നാടിന് മുഴുവൻ പ്രചോദനമായപ്പോൾ ചിലർക്ക് അത് ഒട്ടും സഹിക്കാത്ത ഒന്നായി മാറി. തൊലിയുടെ നിറം കറുത്ത ആൾ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് സഹിക്കാൻ അവർക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത വലിയ സമ്പത്തും പദവിയും കാരണം അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ്. അമേരിക്കയിലെ വർണ്ണ വിവേചനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരവും അതിശയിപ്പിക്കുന്നതുമായ ആന്റണി ക്രോഫോർഡിന്റെ ജീവിത കഥയാണത്. 1865 ആന്റണി ജനിക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ച കാലമായിരുന്നു അത്. സൗത്ത് കരോലിനയിലെ അബേവില്ല പ്രദേശത്ത് വളർന്ന അദ്ദേഹം പിതാവിൽ നിന്ന് തനിക്ക് ലഭിച്ച ഭൂമിയിൽ കൃഷി ചെയ്ത് അത് വികസിപ്പിച്ച് 400 ഏക്കറിലധികം ഭൂമിയുടെ ഉടമയായി മാറി. കൃഷിയിലൂടെ നേടിയ സമ്പത്തും കുടുംബത്തിന്റെ ഉയർച്ചയും അദ്ദേഹത്തെ ആ പ്രദേശത്തെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളിൽ ഒരാളാക്കി മാറ്റി. അടിമകളുടെ മകനായി ജനിച്ച ഒരാൾ സ്വന്തം മക്കളെ കോളേജിൽ പഠിപ്പിക്കുകയും വലിയ ഭൂസ്വത്തുകൾ സ്വന്തമാക്കുകയും ചെയ്തത് അന്നത്തെ അമേരിക്കൻ സമൂഹത്തിൽ അസാധാരണമായ ഒരു നേട്ടമായിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഈ വിജയം അയാൾക്ക് ഒട്ടേറെ ശത്രുക്കളെയും നേടിക്കൊടുത്തു. പ്രത്യേകിച്ച് വർണ്ണ വിവേചനം ശക്തമായി നിലനിന്നിരുന്ന തെക്കൻ അമേരിക്കയിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ അവിടെ സാമ്പത്തികമായി മുന്നേറുന്നത് ചില വെള്ളക്കാരായ നാട്ടുകാരിൽ കടുത്ത അസ്വസ്ഥത സൃഷ്ടിച്ചു. 1916 ഒക്ടോബറിൽ ഒരു കടയിൽ നടന്ന ചെറിയ വിലത്തർക്കമാണ് പിന്നീട് വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത്. അവിടെ പരുത്തിവിത്തിന്റെ വിലയെ ചൊല്ലി ഉണ്ടായ തർക്കത്തിനിടെ ക്രോഫോർഡും ഒരു വെള്ളക്കാരനായ കച്ചവടക്കാരനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വെള്ളക്കാരായ കർഷകർക്ക് 90 സെന്റ് നൽകുമ്പോൾ ആന്റണിക്ക് 85 സെന്റാണ് ഈ കടക്കാരൻ നൽകാമെന്ന് പറഞ്ഞത്. എന്നാൽ അന്യായമായ വിലക്ക് അത് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ പെന്നി ക്രീക്കിലേക്ക് എറിഞ്ഞ് കളയുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടെ ആ കറുത്ത വർഗ്ഗക്കാരൻ അഹങ്കാരിയായി മുദ്രകുത്തപ്പെടുകയായിരുന്നു. ഈ തർക്കം കടയ്ക്ക് പുറത്തേക്ക് വളർന്നു. ക്രോഫോർഡ് ആക്രമിക്കപ്പെട്ടു. എന്നിട്ടും വ്യാപാരിയെ ചീത്ത വിളിച്ചു എന്ന പേരിൽ അധികാരികൾ അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം $15 ജാമ്യത്തുക കെട്ടിവെച്ചാണ് പിന്നെ പുറത്തിറങ്ങി. പുറത്ത് വെള്ളക്കാർ ഒത്തുകൂടി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ക്രോഫോർഡ് അടുത്തുള്ള ഒരു പരുത്തിമില്ലിന്റെ ബോയിലർ റൂമിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. എന്നാൽ ജനക്കൂട്ടം ക്രോഫോർഡിനെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി തിരികെ ജയിലിലേക്ക് എത്തിച്ചു. എന്നാൽ ജയിലിലും ഭരണകൂടത്തിന് അദ്ദേഹത്തിന് സുരക്ഷ നൽകാൻ കഴിഞ്ഞില്ല. 200 വെള്ളക്കാർ ജയിൽ വളഞ്ഞിരുന്നു. ക്രോഫോർഡിനെ പിടികൂടി അവർ തെരുവിലേക്ക് വലിച്ചിഴച്ചു. ജനക്കൂട്ടം അദ്ദേഹത്തെ ഒരു മൈതാനത്ത് കൊണ്ടുപോയി കെട്ടിത്തൂക്കുകയും ശരീരത്തിലേക്ക് തുടരെ വെടിയുണ്ടകൾ പായിക്കുകയും ചെയ്തു. ഇതെല്ലാം പരസ്യമായിട്ടാണ് നടന്നത്. എന്നിട്ടും ആ കൊലപാതകം അജ്ഞാതരായ വ്യക്തികളുടെ കൈകളാലുള്ള മരണം എന്ന പേരിൽ എഴുതി തള്ളുകയായിരുന്നു. ക്രോഫോർഡിന്റെ മരണത്തോടെ ആ ദുരന്തം അവസാനിച്ചില്ല. ആ കുടുംബത്തെ അബ്ബേവില്ലയിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ ഭൂമിയും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കഥ അമേരിക്കൻ ചരിത്രത്തിന്റെ ഇരുണ്ട കോണുകളിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ 2016 അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 100ാം വാർഷികത്തിൽ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് ഒരു ചരിത്ര സ്മാരകം സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതകഥ വീണ്ടും ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു.